നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. കർഷക തൊഴിലാളികൾ ആരംഭിച്ച നെൽവയൽ സംരക്ഷണ സമരത്തെ വെട്ടിനിരത്തലെന്ന് ആക്ഷേപിച്ചവർക്ക് ഇപ്പോൾ സത്യം ബോധ്യപ്പെട്ടുവെന്ന് VS അച്യുതാനന്ദൻ. പെട്രോൾ പമ്പിലെ കുടിശ്ശിക തീർത്തില്ല. കുട്ടനാട്ടിലെ പോലീസ് വാഹനങ്ങൾ നിശ്ചലമാകും. അംഗൻവാടി കുഞ്ഞുങ്ങളുടെ കഞ്ഞുകുടി മുട്ടിച്ച് ആധാറും എണ്ണക്കമ്പനികളും പിന്നെ സർക്കാരും. വാർത്തകൾ വിശദമായി. 1997 കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആരംഭിച്ച നെൽവയൽ സംരക്ഷണ സമരത്തെ വെട്ടിനിരത്തൽ സമരമെന്നാണ് പലരും ആക്ഷേപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ അരിയുടെ 1/4 പോലും ഉൽപ്പാദിപ്പിക്കാത്ത സ്ഥിതിയാണിപ്പോൾ. ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതിയാണ് 1997 KSKTU നെൽവയൽ സംരക്ഷണം ആരംഭിച്ചത്. എന്നാൽ അന്ന് ആ സമരത്തെ വെട്ടിനിരത്തൽ സമരമെന്ന് വിളിച്ചാക്ഷേപിക്കാനാണ് പലരും ശ്രമിച്ചത്. ഇന്ന് പാടങ്ങൾ വ്യാപകമായി നികത്തുകയും നെൽകൃഷി ആശങ്കാജനകമായി കുറഞ്ഞു വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ KSKTU വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏറ്റവും ശരിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇവിടുത്തെ കർഷക തൊഴിലാളികളും പാവപ്പെട്ടവരും അടക്കമുള്ള സാധാരണ ജനവിഭാഗങ്ങൾ ഏറ്റവും ദുരിതപൂർണമായ ജീവിതം നയിച്ചവരായിരുന്നു. വലിയ ജമീന്മാരും ഭൂസ്വാമിമാരും ജനങ്ങളുടെ അധ്വാനം ചൂഷണം ചെയ്ത് കൊടുത്തു ധരിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയുമായിരുന്നു അന്ന്. ഇതിനെതിരെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം ഏറ്റവും ധീരോജ്വലമായ പോരാട്ടങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ കൂടുതൽ സജീവവും വ്യാപകവുമാക്കാനും ഇതിൽ സാധാരണ ജനങ്ങളുടെ ഇടപെടൽ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് 1996 LDF ഗവൺമെന്റ് ജനകീയാസൂത്രണ പദ്ധതിക്ക് രൂപം നൽകിയത്. കേരളത്തിനാവശ്യമായ അരിയുടെ 4% പോലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. കൃഷി അന്യമാവുകയും നികത്ത് വ്യാപകമാവുകയും ചെയ്തതോടെ KSKTU പറഞ്ഞത് ശരിയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായി. ഒരു കാലത്ത് കർഷകരും പാവപ്പെട്ടവരും വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഇവിടെ നയിച്ചിരുന്നത്. ജന്മികളും ബൂർഷകളും ഇവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം ധീരോദാത്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയത്. 1996 LDF സർക്കാർ ജനകീയാസൂത്രണ പദ്ധതിക്ക് രൂപം നൽകിയത്. ഒറ്റവകുപ്പായിരുന്ന ഇതിനെ UDF സർക്കാർ വെട്ടിമുറിച്ച് ഉപയോഗശൂന്യമാക്കിയെന്നും VS പറഞ്ഞു. കൈനകരി ഗ്രാമപഞ്ചായത്ത് 2013-2014 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തോമസ് ചാണ്ടി MLA അധ്യക്ഷത വഹിച്ചു. CK സദാശിവൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സുധിമോൻ, സെക്രട്ടറി D സാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി, കുഞ്ഞുമോൾ സജീവ്, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, KS പ്രിയ, ജിജി തോമസ്, മായാദേവി, AD കുഞ്ഞച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈനകരി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച EMS കമ്മ്യൂണിറ്റി ഹാൾ, പഞ്ചായത്ത് ഓഫീസ് മുതൽ ടാർ ചെയ്ത് പണി പൂർത്തീകരിച്ച റോഡും ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു. 500 പേർക്കിരിക്കാവുന്ന കമ്മ്യൂണിറ്റി ഹാൾ, പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ എന്നിവയും നാടിന് സമർപ്പിച്ചു. EMS കമ്മ്യൂണിറ്റി ഹാൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CK സദാശിവൻ MLAയും പഞ്ചായത്ത് മുതൽ പൗവത്തുകാവുള്ള റോഡ് മോൻസി സോണിയും ഉദ്ഘാടനം ചെയ്തു. ഇതിനിടെ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അനധികൃത പാർക്കിംഗ് നടത്തുന്ന വ്യക്തിയും അയാളുടെ ഗുണ്ടകളുമാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ KCV ന്യൂസും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അധികാരികളുടെ അവഗണന. കുട്ടനാട്ടിൽ പോലീസ് വാഹനങ്ങളുടെ ഓട്ടം നിലയ്ക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കുട്ടനാട്ടിലെ പ്രധാന സ്റ്റേഷനുകളായ രാമങ്കരി, പുളുങ്ങുന്ന്, കൈനടി കൂടാതെ ഹൈവേ പോലീസ്, CA ഓഫീസ്, AR ക്യാമ്പ് എന്നിവിടങ്ങളിലെ വാഹനങ്ങളും ബോട്ടുകളും ഇന്ധനം നിറയ്ക്കുന്നത് മങ്കൊമ്പ് തെക്കേക്കരയിലെ പെട്രോൾ പമ്പിൽ നിന്നാണ്. ജനുവരി 1 മുതൽ ഈ പമ്പിൽ നിന്നും ഇന്ധനം നൽകുന്നത് നിർത്തലാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 2013 ജൂലൈ മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പമ്പുടമയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 8,64,330 രൂപയാണ്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് അതാത് മാസത്തെ ബില്ലുകൾ ആലപ്പുഴ AR ക്യാമ്പിൽ സമർപ്പിക്കാറുണ്ടെങ്കിലും
ഫണ്ടില്ല എന്ന കാരണത്താൽ പണം നൽകാത്തത് മൂലമാണ് ഇപ്പോൾ ഇന്ധനം നൽകുന്നത് നിർത്തലാക്കിയത്. എന്നാൽ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന AC റോഡിൽ അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്നതിനും അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനുമൊക്കെ ഇപ്പോൾ ഹൈവേ ഉൾപ്പെടെയുള്ള പോലീസ് വാഹനങ്ങളാണ്. കൂടാതെ രാഷ്ട്രീയ വൈരങ്ങൾ വർദ്ധിച്ചു വരുന്ന കുട്ടനാട്ടിൽ രാത്രികാല പെട്രോളിംഗ് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ധനമില്ലാത്തതിന്റെ പേരിൽ പോലീസ് വാഹനങ്ങൾ നടുറോഡിൽ കിടക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിന് അടിയന്തര ഘട്ടങ്ങളിൽ പോലും സഞ്ചരിക്കാൻ വാഹനങ്ങളിൽ ഇന്ധനമില്ലാത്തത് മൂലം നിസ്സഹായ അവസ്ഥയിലായിട്ടും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക് KCV. പാചകവാതക കണക്ഷൻ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചവർക്ക് സബ്സിഡി ലഭിക്കൂ എന്ന് വന്നതോടെ സംസ്ഥാനത്തെ 33,000-ഓളം അംഗൻവാടികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. ഇത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 43-ാം നമ്പർ അംഗനവാടി. കഴിഞ്ഞ വർഷം ഇവരുടെ അംഗനവാടി മഴയെ തുടർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരുന്നു. പാചകവാതക സബ്സിഡിക്ക് ആധാർ ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യണമെന്ന നിയമം പ്രാബല്യത്തിലായതോടെ അംഗനവാടികളിലെ കുഞ്ഞുങ്ങളുടെ കഞ്ഞുകൂടി മുട്ടുന്ന അവസ്ഥയാണ്. അംഗനവാടികളിൽ എടുക്കുന്ന ഗ്യാസ് കണക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ പേരിലാണ്. സെക്രട്ടറിയുടെ പേരിൽ പല കണക്ഷനുകൾ സാധ്യമല്ല. നിങ്ങളുടെ അംഗനവാടി കെട്ടിടം കഴിഞ്ഞ വർഷം മഴയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരുന്നു. ഇപ്പോൾ വാടകയ്ക്കാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അംഗനവാടി കെട്ടിടം പുതിയതായി നിർമ്മിച്ചു തരുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ടവർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും തന്നെ പറയുന്നില്ല. അവർ പറയുന്നു നമുക്ക് ഈ തോട് വരുന്നുണ്ട്, ആ തോട് വരുന്നത് കൊണ്ട് അത് അവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് ഇറിഗേഷൻ ഓഫീസുകാർ അവർക്ക് സ്റ്റേ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ സർക്കാർ സ്ഥലത്ത് ആ കെട്ടിടം ഇരിക്കുന്നത് കളക്ടർ പതിച്ച് തന്നിട്ടുണ്ടത്. അതിനകത്ത് ഞങ്ങൾക്ക് വെച്ച് തരാനാണെങ്കിൽ വെച്ച് തരായിരുന്നു. പക്ഷെ എന്താണോ ഇങ്ങനെയുള്ള പറയുന്നത്, പല പ്രാവശ്യം ഞങ്ങൾ പല വഴി കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. ഈ ജനസമ്പർക്ക പരിപാടിയിലെ മുഖ്യമന്ത്രിക്ക് ഞാനൊരു അപേക്ഷ കൊടുത്തായിരുന്നു. ഇവിടുത്തെ അംഗനവാടിയുടെ ഗ്യാസ് കണക്ഷൻ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല ഗ്യാസ് കണക്ഷൻ. അതുവരായിട്ടും അതിന്റെ ഒരു അറിവ് ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല. കേരളത്തിലെ എല്ലാ അംഗൻവാടികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ആധാറുമായിട്ട് ബന്ധപ്പെടുത്താത്ത ഗ്യാസ് കണക്ഷനുകൾക്ക് ഇനി കൂടിയ വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലായിട്ട് ഞങ്ങൾ തീർന്നിട്ട് ബുക്ക് ചെയ്യാണ്ടിരിക്കുക. ഇവിടെ ഈ സബ്സിഡി ലഭിക്കാത്ത വിവരം ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അറിയിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ വിപണി വില നൽകിയാണ് പല അംഗനവാടികളും പാചകവാതകം വാങ്ങുന്നത്. കണക്ഷനുകൾ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതിനാൽ സെക്രട്ടറിയുടെ പേരിൽ പല കണക്ഷനുകൾ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വ്യക്തിഗത ആനുകൂല്യം ബാങ്ക് വഴി ലഭിക്കുകയുമില്ല. ഈ സാഹചര്യത്തിൽ വിപണി വില നൽകി പാചകവാതകം വാങ്ങേണ്ടി വരും. പല സ്ഥലത്തും അംഗനവാടി ടീച്ചർമാരും മറ്റും സ്വന്തം കയ്യിലെ പണം മുടക്കിയാണ് ഗ്യാസ് എടുക്കുന്നത്. അംഗനവാടികളെ പോലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓർഫനേജുകൾ, ചിൽഡ്രൻസ് ഹോം, ഹോസ്പിറ്റലുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. വിപണി വില നൽകി പാചകവാതകം വാങ്ങിയാൽ അധിക വില സർക്കാർ ലഭ്യമാക്കുമോ എന്നത് സംബന്ധിച്ച് സർക്കാർ നിലവിൽ തീരുമാനമെടുത്തിട്ടുമില്ല. ഗ്യാസിന് പണം നൽകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. മാറിയ സാഹചര്യത്തിൽ ഗ്യാസ് കണക്ഷൻ ആധാർ വഴിയാക്കണമെന്ന നിബന്ധന ഒഴിവാക്കി പ്രത്യേക ഉത്തരവിലൂടെ സബ്സിഡി ആനുകൂല്യം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് അംഗനവാടി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. തങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിച്ചത് ആരെന്നോ എന്തിനെന്നോ ഈ കുരുന്നുകൾക്കറിയില്ല. എന്നാൽ ഒരിക്കൽ യുവത്വത്തിന്റെ പരിവേഷം പൂണ്ട് ഇവർ നമ്മോട് ചോദിച്ചേക്കാം, എന്തിനാണ് നിങ്ങൾ ആഗോളവൽക്കരണത്തെയും ഉദാരവൽക്കരണത്തെയും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് കുത്തകകൾക്ക് കാശുണ്ടാക്കുവാനായി ഞങ്ങളെ പട്ടിണിക്കിട്ടതെന്ന്. ഇതിനുള്ള ഉത്തരം തേടിക്കൊണ്ട് KCV വാർത്തകൾക്ക് വേണ്ടി വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. ഊർജിത വ്യവസായവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല നിക്ഷേപക സംഗമം വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ PG തോമസ് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ഐഡയിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ D ബാലമുരളി അധ്യക്ഷത വഹിച്ചു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി AC കനാൽ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കനാൽ തീരത്തെ കച്ചവടക്കാർക്ക് ഒരേ രീതിയിലുള്ള കടകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനമായി. AC കനാൽ ഫുട്പാത്ത് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും കളക്ടറുമായി നടന്ന യോഗത്തിൽ AC കനാലിന്റെ തീരത്തെ കടകൾ പുനർനിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. മണിക്കച്ചിറ മുതൽ ഒന്നാങ്കര വരെ 106 കടകളാണ് ഉടനെ പുനർനിർമ്മിക്കുന്നത്. ഏകദേശം 3.25 ലക്ഷം രൂപയോളം മടക്കു വരുന്ന ആധുനിക രീതിയിലുള്ള കടകളാണ് നിർമ്മിച്ചു തരുന്നത്. AC കനാൽ ഫുട്പാത്ത് മർച്ചന്റ് അസോസിയേഷൻ ഗവൺമെന്റിന് വെച്ച എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ച മുഖ്യമന്ത്രിക്കും കുട്ടനാട് MLA തോമസ് ചാണ്ടിക്കും ഞങ്ങളുടെ സംഘടനയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. AC കനാൽ ഫുട്പാത്ത് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെയും ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാറിന്റെയും സംയുക്ത ചർച്ചയിലാണ് തീരുമാനം. അസോസിയേഷൻ തീരുമാനങ്ങൾ അംഗീകരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും തോമസ് ചാണ്ടി MLAയെയും ഭാരവാഹികൾ അഭിനന്ദിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പ്രസാദ് ചെത്തിക്കാട്ട്, വൈസ് പ്രസിഡന്റ് PR സതീശൻ തുടങ്ങിയവർ കോൺഫറൻസിൽ പങ്കെടുത്തു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 5 ആലപ്പുഴ നഗരചത്വരത്തിൽ നടക്കുന്ന യുവജന കൺവെൻഷനും ജില്ലാതല കലാമേളയും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും.
ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബ്ബായി തെരഞ്ഞെടുക്കപ്പെട്ട കാവാലം സൂര്യ യൂത്ത് ഡെവലപ്മെന്റ് സെന്ററിന് കൺവെൻഷനിൽ സ്പോർട്സ് കിറ്റും നൽകും. രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ടി.എം. തോമസ് ഐസക് എം.എൽ.എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാകരി, ജില്ലാ കളക്ടർ എൻ. പത്മകുമാർ, നഗരസഭാധ്യക്ഷ മേഴ്സി ഡയാന മാസുഡോ, നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ ജെ. ജോമോൻ, ദേവദത്ത് ജി. പുറക്കാട്, രവി പാലത്തിങ്കൽ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജാക്സൺ ആറാട്ടുകുളം, പി. എൻ. ഇന്ദ്രസേനൻ, രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വർഷം ഏപ്രിലിൽ നടക്കുന്ന അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് ടെസ്റ്റിന് നിശ്ചിത ഫോറത്തിൽ അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഏപ്രിൽ 15 വരെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കുന്ന ട്രെയിനികൾക്ക് അപേക്ഷിക്കാം. കേരള പ്രസ് അക്കാദമി അലൂമിനി ഫോറം രൂപീകരിക്കുന്നതിന് ജനുവരി 18 പകൽ 2 അക്കാദമി ഓഡിറ്റോറിയത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം ചേരും. പൂർവ്വ വിദ്യാർത്ഥികൾ അക്കാദമി ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരത്തിന് 0484 24 22 27 5 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടികജാതി വികസന വകുപ്പിന്റെ പുന്നപ്രയിലെ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കണക്കധ്യാപകന്റെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 6 രാവിലെ 11 നടക്കുന്ന ഇന്റർവ്യൂവിന് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സ്കൂളിൽ ഹാജരാകണം. ആലപ്പുഴ ജില്ലയിലെ വിവിധ വകുപ്പുകളിലേക്ക് 2014 ജനുവരി 18 ഉച്ചയ്ക്ക് 2 മുതൽ 3:15 വരെ LD ക്ലാർക്ക് തസ്തികയിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന OMR പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് PSCയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുക്കാം. കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ മങ്കൊമ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. കർഷക സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം. ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ഈ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പച്ചപ്പുല്ലെത്തിക്കൊണ്ടിരുന്ന ഈ കുട്ടനാടിന്റെ R ബ്ലോക്കിൽ നിന്നും C ബ്ലോക്കിൽ നിന്നൊക്കെയാണ്. ഇപ്പൊ അവിടെ നിന്ന് വേണ്ടത്ര പുല്ല് വരുന്നില്ല. കാരണം അവിടെയെല്ലാം പ്രകൃതിക്ഷോഭത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ഫലമായിട്ടുള്ള നാശം. അത് മാത്രമല്ല, നമ്മളുടെ തൊഴിലുറപ്പ് സ്ത്രീകൾ ഈ പുല്ലുകളൊക്കെ വളരുന്ന അവസരത്തിൽ തന്നെ അവരുടെ തൊഴിലിന്റെ ഭാഗമായി അതെല്ലാം വെട്ടിനശിപ്പിക്കുന്ന പ്രക്രിയയുമുണ്ട്. അപ്പൊ അതും കിട്ടാനില്ല. യന്ത്രത്തിന്റെ കൊയ്ത്ത് മൂലം നമുക്ക് കച്ചി അല്ലെങ്കിൽ വൈക്കോ വേണ്ടവണ്ണം സുലഭമല്ലാത്തൊരവസ്ഥ, പാലിന് വേണ്ടത്ര വിലയില്ലാത്തൊരവസ്ഥ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നു. 2 വർഷത്തിന് മുമ്പ് ആലപ്പുഴയിൽ അത്തരമൊരു യോഗം വിളിച്ചപ്പോ KC വേണുഗോപാൽ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നെഞ്ചത്ത് കൈവച്ച് ഉറപ്പ് കൊടുത്തു, ഉടൻ തന്നെ നിങ്ങളെ ഈ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തും. അത് കേട്ടപാടെ പലരും ഈ കൃഷിയിലേക്ക് വന്നു. പലരും പശുവിനെ വളർത്താൻ തുടങ്ങി. കാരണം തൊഴിലുറപ്പിൽ പെടുത്തുമല്ലോ എന്നുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണയിൽ KK അശോകൻ, G. ശാർങ്ങധരൻ, G. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വ്യാപകമായി വരുന്ന കുളമ്പ് രോഗം തടയുക, സർക്കാർ അടിയന്തരമായി ഇടപെടുക, കന്നുകാലികൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ അനുവദിച്ച തുക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ക്ഷീരകർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBCS എന്നീ പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചവരും കുടിശ്ശിക വരുത്തിയവരുമായ സംരംഭകർ കുടിശ്ശിക തുക ഒറ്റത്തവണയായി ജനുവരി 31 അടച്ചു തീർത്താൽ പിഴപ്പലിശ ഒഴിവാകും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2013-2014 വാർഷിക പദ്ധതി പ്രകാരം 10 അംഗങ്ങൾ വീതമുള്ള വനിതാ ഗ്രൂപ്പുകൾക്ക് കാറ്ററിംഗ് പരിശീലനത്തിന് അപേക്ഷിക്കാം. വാർഷിക കുടുംബ വരുമാനം 25,000 രൂപയിൽ താഴെയായിരിക്കണം. പ്രായം 18 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. BPL അംഗങ്ങൾ, പട്ടികജാതി വർഗ്ഗക്കാർ, വിധവകൾ, സ്ത്രീകൾ, കുടുംബനാഥയായ കുടുംബങ്ങൾ ഉള്ള ഗ്രൂപ്പുകൾക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷ ജനുവരി 20 മാനേജർ ആൻഡ് ഇംപ്ലിമെന്റ് ഓഫീസർ, ജില്ലാ വ്യവസായ കേന്ദ്രം, ആലപ്പുഴ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കുന്ന സ്വയം പര്യാപ്ത ഗ്രാമം കർമ്മ പരിപാടിക്ക് അവസാന രൂപം നൽകുന്നതിന് ജില്ലാ കളക്ടർ എൻ. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ജനുവരി 6 പകൽ 4 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. യോഗത്തിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികളും വിവിധ വകുപ്പുദ്യോഗസ്ഥരും കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതും ഒക്ടോബർ 2 പൂർത്തിയാക്കാനാവുന്നതുമായ പദ്ധതികൾ തയ്യാറാക്കി അവതരിപ്പിക്കണം. ടാക്സ് കൺസൾട്ടന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ബ്രദേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസുഡോ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് N. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊമേഴ്സ്യൽ ടാക്സ് ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ KS അമ്പാടി മുഖ്യപ്രഭാഷണം നടത്തി. KP ഹരിദാസ്, KM അഷറഫ്, P. വെങ്കട്ടരാമയ്യർ, PP രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളിൽ നിന്ന് വ്യാപാരികൾക്ക് നികുതി കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു. വ്യാപാരികൾ അത് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിൽ അടയ്ക്കുന്നു. വ്യാപാരികൾ തയ്യാറാക്കിയിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പരിശോധിച്ച് തെറ്റുകുറ്റങ്ങൾ മാറ്റി ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുന്ന ഒരു പ്രധാന കർത്തവ്യമാണ് ടാക്സ് കൺസൾട്ടൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കേരളത്തിലെമ്പാടും ഉപഭോക്തൃ സമിതികൾ രൂപീകരിക്കുന്നു. സ്വന്തം പ്രദേശങ്ങളിൽ പ്രതിരോധ സമിതി രൂപീകരിക്കാൻ 80 86 08 34 30 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വനം വകുപ്പിലെ ജീവനക്കാരുടെ കായികശേഷി പരിപോഷിപ്പിച്ച് കാര്യക്ഷമത കൂട്ടുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന 24ാമത് സംസ്ഥാന വനം കായികമേള ജനുവരി 8 മുതൽ 10 വരെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കും. പരിപാടിയോടനുബന്ധിച്ച് ജനുവരി 9 രാവിലെ 8 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനം വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സുരേഷ് കുറുപ്പ് MLA അധ്യക്ഷത വഹിക്കും. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് KP തോമസ് വിശിഷ്ട അതിഥിയായിരിക്കും. കോട്ടയം ജില്ലയിലെ പുകയില ഉൽപ്പന്നങ്ങളുടെ എല്ലാ പരസ്യങ്ങളും ജനുവരി 10 നീക്കം ചെയ്യുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് TB സുഭാഷ് അറിയിച്ചു. കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുകയില നിയന്ത്രണ ചട്ടങ്ങൾ 2005 വിരുദ്ധമായി ജില്ലയിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പരസ്യ ബോർഡുകളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജില്ലാതല സ്ക്വാഡുകൾ നീക്കം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കും. ജനുവരി 10 ശേഷം പുകയില പരസ്യവിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കാനാണ് നീക്കം. നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കണ്ടെത്തിയാൽ പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ പ്രദർശിപ്പിക്കുകയോ പരസ്യം നൽകുകയോ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത് സംബന്ധിച്ച് ബോർഡുകൾ പ്രദർശിപ്പിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് വീടുകളുടെ നവീകരണത്തിനും ആധുനിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പൂർത്തീകരണത്തിനുമുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറവും സമർപ്പിക്കേണ്ട രേഖകൾ സംബന്ധിച്ച വിവരങ്ങളും അതാത് എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭിക്കും. ആവശ്യമായ രേഖകൾ ഉൾപ്പെടെയുള്ള അപേക്ഷ ജനുവരി 10 മേൽപ്പറഞ്ഞ ഓഫീസുകളിൽ ലഭ്യമാക്കണം. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 1ാം വർഷ BTech അഡ്മിഷൻ ലഭിച്ച ശേഷം HOFS വഴി 2013 ഓഗസ്റ്റ് 15 മുമ്പ് മറ്റു കോളേജുകളിൽ പ്രവേശനം നേടിയവർക്ക് RITയിൽ നിന്നും ഫീസിനത്തിൽ അടച്ച തുക മടക്കി നൽകുന്നു. ഇതുവരെ തുക കൈപ്പറ്റാത്തവർ ജനുവരി 17 തുക കൈപ്പറ്റണമെന്നും കൈപ്പറ്റാത്തവരുടെ തുക ഇനിയൊരു അറിയിപ്പില്ലാതെ സർക്കാരിലേക്ക് തിരിച്ചടക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. കിടങ്ങറ കാവാലം റോഡിന്റെ പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നതിനാൽ ജനുവരി 6 മുതൽ 11 വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് SUCI കുട്ടനാട് മേഖലാ കമ്മിറ്റി രാമങ്കരിയിൽ പ്രകടനം നടത്തി. SUCI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M. വർഗീസ് സംസാരിച്ചു. സമ്മേളനത്തിൽ SUCI കുട്ടനാട് മേഖലാ സെക്രട്ടറി PR സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക തൊഴിലാളികൾ ആരംഭിച്ച നെൽവയൽ സംരക്ഷണ സമരത്തെ വെട്ടിനിരത്തലെന്ന് ആക്ഷേപിച്ചവർക്ക് ഇപ്പോൾ സത്യം ബോധ്യപ്പെട്ടുവെന്ന് VS അച്യുതാനന്ദൻ.
പെട്രോൾ പമ്പിലെ കുടിശ്ശിക തീർത്തില്ല, കുട്ടനാട്ടിലെ പോലീസ് വാഹനങ്ങൾ നിശ്ചലമാകും. അംഗൻവാടി കുഞ്ഞുങ്ങളുടെ കഞ്ഞികുടി മുട്ടിച്ച് ആധാറും എണ്ണക്കമ്പനികളും പിന്നെ സർക്കാരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.